ഇന്നത്തെ എപ്പിസോഡിൽ ശ്രുതിനെ എപ്പോഴും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അയാൾ പറയാണ്, എനിക്ക് ഇനിയും പൈസ വേണം, അത് നീ തന്നേ പറ്റുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രുതി പറയും, നിൻ്റെ പൈസ ഞാൻ എന്തായാലും ഈ അടുത്ത് തന്നെ തന്നു തീർക്കും, ഇപ്പം നീ പോവാൻ നോക്ക് എന്നിങ്ങനെ പറയും. നീ തന്നു തീർത്തില്ലെങ്കിൽ നിൻ്റെ വീട്ടിലത്തെ എല്ലാവരും നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട് പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ നിനക്ക് പൈസ തരുന്നു പറഞ്ഞാൽ പൈസ തരും, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അയാൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ മറ്റേ കൂട്ടുകാർ ചോദിക്കും, നീ എന്താ ശ്രുതി പറയണേ, അയാൾക്ക് ഇനി പൈസ കൊടുത്തിട്ട് എന്താ കാര്യം, അയാൾ വീണ്ടും വീണ്ടും വരും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ശ്രുതി പറയാം, എല്ലാ പൈസയും കൂടി ഒരുമിച്ചാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പിന്നെ ശല്യപ്പെടുത്താൻ വരാതിരുന്നാലോ, എനിക്ക് എന്തായാലും ഇനി ജീവിതത്തിൽ തോറ്റു കൊടുക്കാൻ വയ്യ. ഇനി അയാൾ വന്ന് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയാലും ശ്രുതി എന്നെ വിട്ടു പോവാത്ത രീതിയിൽ ഞാൻ ശ്രുതിനെ സ്നേഹിക്കും. അപ്പം പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുവരെ എനിക്കിവിടെ എന്തെങ്കിലും ചെയ്തേ പൈസ കൊടുത്തേ പറ്റുള്ളൂ എന്ന് തന്നെ പറയട്ടോ. അങ്ങനെ ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്ത് പോവാണ്. അപ്പോൾ ശ്രുതി കുറേ പ്ലാനുകൾ പറയാണ്, നമുക്ക് ഈ പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടാലോ എന്ന് പറയട്ടോ. അപ്പോൾ ശ്രുതി ചോദിച്ചും, അതിന് നിനക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയോ, വെറുതെ ഇങ്ങനത്തെ ഓരോന്നിൽ കൊണ്ട് പൈസ ഇട്ടിട്ടാണ് ആൾക്കാരൊക്കെ വാപരാസാവുന്നത് എന്നിങ്ങനെ പറയും. എന്നിട്ട് പിന്നെ ശ്രുതി ചോദിക്കും, എന്നാൽ പിന്നെ നമുക്ക് പൈസ പലിശയ്ക്ക് കൊടുക്കാം എന്നിങ്ങനെ പറയട്ടോ. ശ്രുതി ഒന്നും മിണ്ടാതിരുന്നേ, ശ്രുതിക്ക് എന്താ ബുദ്ധിയില്ലേ എന്നൊക്കെ തന്നെ പറയും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ശ്രുതി പറയും, എന്നാലേ ശ്രുതി പറഞ്ഞതിനെ പറ്റി ഞാൻ ആലോചിച്ചു, ശ്രുതിക്ക് ആർക്കെങ്കിലും പൈസ കൊടുക്കണേക്കാട്ടി നല്ലത് ആദ്യത്തെ കസ്റ്റമർ ഞാൻ തന്നെ ആവട്ടെ. ഞാൻ എന്തായാലും ബാങ്കിൽ എനിക്ക് ചെറിയ ലോണൊക്കെ ഉണ്ടല്ലോ, അതിന് അവർക്ക് പലിശ കൊടുക്കണേക്കാട്ടി നല്ലതല്ലേ എൻ്റെ ഹസ്ബൻഡിന് പലിശ കൊടുക്കുന്നത്. അപ്പോൾ എന്താ എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ശ്രുതി എന്ത് ചെയ്യും, ശ്രുതിയുടെ ഫോൺ എടുത്തിട്ട് 2000 രൂപ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും കേട്ടോ. എന്നിട്ട് കാണിച്ചു കൊടുക്കും, കണ്ടോ ഞാനിപ്പോൾ തന്നത് പലിശയാണ്, അപ്പോൾ ശ്രുതി എനിക്കിനി തുകയായിട്ടുള്ള 1,00,000 രൂപ തരണം. അപ്പോൾ ഞാൻ 2% പലിശ നേരത്തെ തന്നെ ശ്രുതിക്ക് തന്നു, അപ്പോൾ ശ്രുതിക്ക് 2000 രൂപ ലാഭമായില്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ ശ്രുതി അത് ശരിയാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം തന്നെ 1,00,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.